മതി സുകുമാരൻ, എനിക്ക് മതി. ചുമ്മാ ഇരിക്കണം പക്ഷേ. ഇവിടെ ആദർശങ്ങൾക്കല്ല, മനുഷ്യനാണ് വില. നിങ്ങൾ കുടിക്കണം. സുകുമാരൻ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. കുട്ടിയവല്ലേ, ഞാൻ ഏറ്റു. എന്നേക്കാകും? അതിപ്പോൾ പറയാൻ. റൂബി. ഏത് റൂബി? Coca-Cola. തോമസ് അഗസ്റ്റിന്റെ രണ്ടാമത്തെ ഭാര്യ. ഏത് തോമസ് അഗസ്റ്റിൻ? ജെയിംസ് അറിയില്ല. ഈയിടെ ഇവിടെ വന്നതാണ്. കോടീശ്വരൻ. കിളി പോലൊരു മകളുണ്ടെന്ന് കേട്ടു ആദ്യ ഭാര്യ. ഞാൻ ചോദിച്ച പണത്തെപ്പറ്റി സുഖു എന്ത് പറയുന്നു? 100 രൂപ വായ്പയോ? സത്യം പറഞ്ഞാൽ കിട്ടുന്നത് ചെലവിന് തികയുന്നില്ല. എനിക്കിനി വേണ്ട. നിങ്ങൾ സമാധാനിക്കണോ സേ? ഒരു ചെറിയ തുകയുടെ കാര്യമല്ലേ? എങ്കിൽ കൂടി വേണ്ട. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൺഫറൻസ് സംബന്ധിക്കേണ്ടതുണ്ട്. ഉടൻ തിരിച്ചു വരും. ഇവിടെ തന്നെ കാണണം. ചോദിച്ച സംഖ്യ വരുന്ന വഴിക്ക് തരപ്പെടാൻ സാധ്യപ്പെടുമോ എന്ന് നോക്കട്ടെ. എന്താ? ബൈ ബൈ. താനെടുത്തു. സാർ,
വിളിച്ചതിൽ ക്ഷമിക്കണം. എന്താണ് പറയാനുള്ളത്? ഞാൻ കാണിച്ച വിഡ്ഢിത്വത്തെപ്പറ്റി. മനസ്സിലായില്ല. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഒന്നുമില്ല. അല്ല, ഒന്നും വേണ്ട. ഞാൻ നന്ദി പറയുന്നു. എന്തിന്? ബൂത്തിൽ വെച്ച് മറന്നുപോയി ഈ ഹാൻഡ് ബാഗ്. മറ്റാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. അത് ശരി. ബാഗിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും? ഇല്ലായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ? ഇല്ല. ഇനിയെങ്കിലും സൂക്ഷിക്കണം. ഉപദേശം മറക്കില്ല. ജയിൽ ജീവിതം എങ്ങനെയിരുന്നു? നിങ്ങൾക്ക് എന്നെ അറിയാം മിസ്റ്റർ ജെയിംസ്. ജോലിയൊന്നും ഇല്ലെന്നും ബുദ്ധിമുട്ടിലാണെന്നും ഞാൻ മനസ്സിലാക്കി. വിരോധമില്ലെങ്കിൽ ഞാനൊരു ജോലി തരാം. നിങ്ങൾ കാര്യമായിട്ട് പറയണം? എന്നെ സംശയിക്കുന്നു? ഇല്ല മിസ്സിസ് തോമസ് അഗസ്റ്റിൻ. എന്നെ അറിയുമോ? റൂബി, മിസ്റ്റർ തോമസ് അഗസ്റ്റിന്റെ രണ്ടാമത്തെ ഭാര്യ. നിങ്ങൾ സമർത്ഥനാണ്. കള്ളക്കടത്തുകാരൻ സേട്ട് വെച്ച് നീട്ടിയ പണം നിഷേധിച്ച മിടുക്കൻ. ഞാൻ ഇവിടെ വന്ന ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. ജോലിയുടെ കാര്യം പറഞ്ഞത്? എല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാകുകയും ചെയ്താൽ അധികം താമസിയാതെ ഒരു വലിയ തുക സമ്പാദിക്കാം. ഞാൻ പേടിക്കാനില്ല. എല്ലാം വിശദമായി പറയാം. നാളെ ഈ സമയത്ത് കടപ്പുറത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവില് ഒരു മുറി വാടകയ്ക്കെടുത്ത് എനിക്കായിട്ട് കാത്തിരിക്കുക. മിസ്റ്റർ ജെയിംസ് അവിടെ ഇരുന്ന് ഒരു നോവൽ എഴുതുക. മനസ്സിലായോ? പറയണം. ആവശ്യത്തിനുള്ള പണം ഞാനിപ്പോ തരാം. ഇതാ എന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് എടുത്ത 100 രൂപ സ്വന്തം ആവശ്യങ്ങൾക്ക് വെച്ചോളൂ. ഒന്നുമില്ല. സേട്ട് നീട്ടിയ പണം വാങ്ങിയിരുന്നെങ്കിൽ എനിക്കൊരു മാന്യനായി ജീവിക്കാമായിരുന്നു. കിട്ടുന്ന അവസരങ്ങൾ ഇനിയെങ്കിലും പാഴാക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും.